നിരന്തരം പരിശ്രമിക്കുന്നവർ മാത്രമേ ഏത് രംഗത്തും വിജയിക്കാറുള്ളൂ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആന്തരിക ശക്തിയെ കണ്ടെത്താനും ഉണർത്താനുമുള്ള നിമിത്തങ്ങൾ മാത്രമാണ്. എവിടെ പ്രതീക്ഷയും പ്രയത്നവുമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നുപോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. അത്തരം ഇടങ്ങൾ ധീരമായി ഉപേക്ഷിക്കുക. അന്തസ്സായി ജീവിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. ഒരാളെ വേദനിപ്പിക്കാനും വെറുപ്പിക്കാനും ഒഴിവാക്കാനും ആർക്കും കഴിയും. പക്ഷെ വേദനിക്കുന്ന ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് സ്പർശിക്കാൻ ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു നല്ല മനസ്സിനെ കഴിയുകയുള്ളൂ. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. എല്ലാവരും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയണമെന്നില്ല. എന്നാൽ സ്വന്തം മൂല്യം തിരിച്ചറിയാത്ത ഒരു വ്യക്തിയാകാൻ നിങ്ങളെ അനുവദിക്കരുത്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും അതിൻ്റെ ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. നിങ്ങൾ കൂടുതൽ നിഷ്കളങ്കരാകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും. ജീവിക്കുന്നിടത്തോളം കാലം നമ്മളെ ആരും വെറുക്കരുത്. ജീവിതത്തിന് ശേഷം നമ്മളെ ആരും മറക്കരുത്. അതാണ് ജീവിത വിജയം. സുഖവും ദുഃഖവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ യോഗ്യമാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. സ്നേഹിക്കുക. അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക. അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അതൊരു ഉത്തരവാദിത്വമാണ്. ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട്. ക്ഷമിച്ചാൽ തീരാവുന്ന തർക്കങ്ങളുണ്ട്. തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട്. ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുമുണ്ട്. പക്ഷെ ആരും ഒന്നിനും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും. അതുകൊണ്ട് നിങ്ങളാരെയും വില കുറച്ച് കാണരുത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാനാകില്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കൽ മതിയെന്ന് തീരുമാനിക്കുക. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്.